എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായം 14 വാക്യം നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇയ്യോബ് 37:14. ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക, മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിനോട് ദൈവം പറയുന്ന പ്രധാനമായ 4 കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ് ശ്രദ്ധിച്ചു കൊള്ളുക എന്നുള്ളത്. ആദ്യം പറയുന്നു സൂക്ഷിച്ചു കൊള്ളുക, 36 അധ്യായം 21 വാക്യം. രണ്ടാമത് പറയുന്നു ഓർത്തുകൊള്ളുക, 36:24. നമ്മൾ വായിച്ച വേദഭാഗത്ത് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം, മറ്റൊന്ന് ചിന്തിച്ചു കൊള്ളണം. ഇയ്യോബിൻ്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കാണുന്നത്. മിന്നൽ, ഇടിനാദം, കൊടുങ്കാറ്റ്, നീർക്കട്ട, മേഘം തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് എടുത്തു പറയുന്നു ഇത് ശ്രദ്ധിച്ചു കൊള്ളുക എന്ന്. നിസാരമായി കാണുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. 37:13 വാക്യം വായിക്കുമ്പോൾ ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവനത് വരുത്തുന്നു. അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, അതിൻ്റെ നിയന്ത്രണം, ചലനാത്മകത, അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചലനാത്മകതകൾ. അങ്ങനെ അനുഭവത്തിലൂടെ കടത്തിവിട്ട ഇയ്യോബിൻ്റെ മനസ്സിനെ ദൈവം തൻ്റെ സൃഷ്ടിയുടെ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. 13 വാക്യത്തിൽ വായിക്കുമ്പോൾ ശിക്ഷയ്ക്കായി, ഫോർ കറക്ഷൻ. 2 ഫോർ ഹിസ് ലാൻഡ്, ദേശത്തിൻ്റെ നന്മയ്ക്കായി. 3 ഫോർ മേഴ്സി, ദയയ്ക്കായി. ഇതിനു വേണ്ടിയാണ് ഇവയെല്ലാം അയക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും തിരമാലകളുടെയും പ്രതികൂലതകൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒരു ശക്തമായ ദൈവോദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയാനാണ് ഇയ്യോബിലൂടെ ഈ വചനം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 10 വാക്യം നോക്കുമ്പോൾ വെറുതെ ദൈവം മഴ അയക്കുന്നില്ല. അനവധി കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവം ഓരോ മഴയും അയക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ അനുഭവങ്ങളുടെ എല്ലാം പിൻപിൽ ഒരു ദൈവോദ്ദേശമുണ്ട് എന്ന് നീ ശ്രദ്ധിച്ചു കൊള്ളുക. ഇതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്കത് അനുഗ്രഹമായിരിക്കും. ജീവിതത്തിൽ വിശേഷിച്ച് ദൈവത്തെ അറിഞ്ഞ ജീവിതങ്ങളിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. കയ്പിൻ്റെ അനുഭവങ്ങളെ മധുരമുള്ളതാക്കി മാറ്റുന്നത് ഒരു പക്ഷെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് പറയുന്നത് ചിന്തിച്ചു കൊള്ളുക എന്നതാണ്. ചിന്തകളെ ക്രമീകരിക്കുക. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിക്കുക. നീയും ഒരു അത്ഭുതം അനുഭവിക്കുക തന്നെ ചെയ്യും. എന്തിനാണ് മിണ്ടാതെ ഇരിക്കണമെന്ന് എടുത്തു പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവ മഹിമയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം വിശ്വാസത്താൽ നിറയും. അത് നമുക്ക് ധൈര്യവും ബലവും നൽകും. മിണ്ടുമ്പോൾ പലപ്പോഴും നിഷേധാത്മക ചിന്തകളും അനുഭവങ്ങളും മറ്റുമൊക്കെ പറയാനും പ്രതികരിക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ മിണ്ടാതിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് ദൈവം ആരാണെന്ന് ഗ്രഹിക്കാൻ പറ്റുക. 46 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യവും 39 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യമൊക്കെ നമ്മളെ ഇതേ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നു എന്നതാണ്. ദാവീദ് പറഞ്ഞ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് അത്ഭുതകരമായ വിടുതലുണ്ടാകും. അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതം എന്ന ഈ മഹാസാഗരത്തിൽ കാറ്റും കോളും തിരമാലകളും പ്രതികൂലതകളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ ദൈവത്തിന് ശക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അതെന്തെന്ന് മനസ്സിലാകണമെങ്കിൽ ധ്യാനാത്മകമായി ദൈവസന്നിധിയിൽ ഇരിക്കണം, നിശബ്ദമായി അതിനെ ധ്യാനിക്കണം. അതിൻ്റെ പൊരുള് ദൈവം തമ്പുരാൻ നമുക്ക് വിവേചിച്ച് തരും. അങ്ങനെ അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് ജീവിതം വീണ്ടും മാറ്റി മറിക്കപ്പെടുന്നത്. ഇയ്യോബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ 42 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ അഭൂതപൂർവമായ വലിയൊരു മാറ്റം അവിടെ കാണുന്നു. ഇയ്യോബ് ചിന്തിച്ചതിനും ഒരു പക്ഷെങ്കിൽ ഉള്ളുകൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് എങ്ങനെ ഇത് വന്നു എന്നൊക്കെ ഓർത്തതിൻ്റെയൊക്കെ പകരമായി ദൈവം അവൻ്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ചു. അവിടെ കാണുന്നു, ഇയ്യോബിനെ മുൻപത്തേക്കാൾ അധികമായി ദൈവം അവൻ്റെ പിൻപിലത്തെ ജീവിതത്തെ അനുഗ്രഹിച്ചു എന്നാണ്. മക്കൾ നഷ്ടപ്പെട്ട പിതാവ്, ദേഹമാസകലം വ്രണങ്ങളാൽ വല്ലാതെ വേദനപ്പെട്ടും ചൊറിഞ്ഞും നീറ്റലോടുകൂടിയിരുന്ന നാളുകൾ, കൂടെ നിന്നവരെല്ലാം അവിശ്വസിച്ച് പാപി എന്ന് മുദ്ര കുത്തുമ്പോൾ, സ്വന്തം സഹധർമ്മിണി പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഈ കടമ്പകളെയെല്ലാം കടന്ന് ദൈവഹിതത്തിന് വിരോധമായി ഒന്നും പറയാതെ അതിനെ ധ്യാനിച്ച മനുഷ്യൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് കാണുന്നത്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ നില മെച്ചപ്പെടുത്തിയെന്നാണ് 42 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ് ജീവിതത്തിലെ. എത്രയോ അനേകമായിരങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് വിലപിച്ച് ജീവിതം ആകപ്പാടെ മുഷിപ്പിച്ച് കളയാതെ അതിലൂടെ സ്വർണ്ണമൂതി കഴിക്കുന്നത് പോലെ ശുദ്ധീകരിച്ച് കൂടുതൽ സ്ഫുടമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക, ഓർത്തുകൊള്ളുക, ശ്രദ്ധിച്ചു കൊള്ളുക, ചിന്തിച്ചു കൊള്ളുക. ഈ 4 പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നൽകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. നന്മയായതും തിന്മയായതും അങ്ങനെ ഭവിച്ചതെല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും മാറ്റത്തിന് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശവും ഹിതവും ആരാഞ്ഞറിയാനുള്ള കൃപ നൽകണമേ. മനനം ചെയ്ത് കർത്താവെ അത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപ തന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ മധുര ഓർമ്മകൾ അയവിറക്കി ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നാളുകൾ നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.